അസ്സലാമു അലൈക്കും മുത്തുമണീസ്. നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു എഗ് പപ്സ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 3 ഉള്ളിയാണ്, വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി വഴറ്റി കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ ഞാൻ അവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്, നന്നായിട്ട് നമ്മളെ ഉള്ളിയൊക്കെ ആ ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇതേപോലെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഉള്ളി ഉണ്ടല്ലോ നന്നായിട്ട് വഴറ്റിയതാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് നമുക്ക് വേവിച്ചെടുക്കുക. അതിന് ശേഷം ഞാനിവിടെ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും പിന്നെ അതേപോലെ വേപ്പിലയും പാടെ ആടാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ ഇച്ചിരി മുളക് പൊടി, വളരെ കുറച്ച് ഗരം മസാല, അതിന് ശേഷം 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മളെ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് ജസ്റ്റ് ഒന്നും കൂടി വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കി നോക്കാം. ഞാൻ ഇവിടെ 2 സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ ക്രോസ് ആക്കി വെക്കുക. അതിന് ശേഷം പിന്നെ അതിൻ്റെ നടുവിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം ഉണ്ടാക്കുന്ന ടൈമിൽ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പിന്നെ മുട്ടിയും പാടെ വെച്ചെങ്ങാണ്ട് നമുക്ക് ഈ സൈഡൊക്കെ മൈദ യൂസ് ആക്കിയിട്ട് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്കങ്ങനെ 4 ഭാഗത്തും പാടെ കൂടിയിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് അതിൽ മിക്സ് വെക്കണ അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് ആക്കി കഴിഞ്ഞാൽ നമ്മളത് മടക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അത് ആവശ്യത്തിനുള്ളത് ആക്കിങ്ങാണ്ട് നമുക്കങ്ങനെ 4 ഭാഗവും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനങ്ങനെ എല്ലാ പപ്സും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുക, പൊരിച്ചെടുക്കുക. സമൂസയുടെ ഷീറ്റാകുമ്പോൾ പെട്ടെന്ന് അത് പൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി എഗ് പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈസി ആയിട്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ പപ്സ് വേണമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. റംസാനിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. നല്ല ടേസ്റ്റാണ് ഗൈസ്. അതിന് മുമ്പ് ഇതിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും.